ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടോത്രം, മാന്ത്രിക വസ്തുക്കൾ, കൈവശം, ഇവയുടെയൊക്കെ ശക്തി ഒരു ദൈവ പൈതലിന് ഏൽക്കുമോ? ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ഞാൻ അറിയാതെ എനിക്ക് ഭക്ഷണത്തിൽ കുറച്ച് കൈവശം തന്നാൽ എന്നെ അത് ബാധിക്കുമോ? ഇത് ഒട്ടുമിക്ക ആളുകളുടെയും സംശയമാണ്. സംശയമാണെന്ന് മാത്രമല്ല, ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ കുഴഞ്ഞു കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50 പേര് പറയുമ്പോൾ 50 തരത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും കുറച്ച് സംശയങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകാം. ഞാൻ എൻ്റെതായ ഒരഭിപ്രായം ഇതിൽ പറയാനായിട്ടല്ല. നമുക്ക് ദൈവവചനത്തിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. കാരണം നമ്മൾ എന്ത് കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിലും വചനത്തിൻ്റെ അകത്ത് അത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അല്പസമയങ്ങളൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, മന്ത്രവാദം, ആഭിചാരം, കൈവശം, ഇവയ്ക്കൊക്കെ ശക്തിയുണ്ടോ? വചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നവരും ഇതിലൊക്കെ ആശ്രയിക്കുന്നവരും അങ്ങനെയൊക്കെ സേവകൾ ചെയ്യുന്നവരും ധാരാളമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിച്ചാൽ ആ ഒരു ബിബ്ലിക്കൽ ടൈംസിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലങ്ങളിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്, തുടരുന്നുണ്ട്, അതിൻ്റെ ശക്തി കാണുന്നുണ്ട്. വേദപുസ്തകം ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികൾ തന്നെയാണ്. മിസ്രൈമിലെ മന്ത്രവാദികൾ മോശ വന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ചില അടയാളങ്ങൾ ചെയ്തപ്പോൾ അവരും ചിലത് ചെയ്തു. മോശ വടി താഴെയിട്ട് പാമ്പായപ്പോൾ അവരുടെ വടിയും പാമ്പായി മാറുന്നു. രക്തം വെള്ളമാക്കിയപ്പോൾ അവരും മന്ത്രവാദികളും രക്തത്തെ വെള്ളമാക്കി. അതുപോലെ തവള ഉണ്ടാക്കിയപ്പോൾ അവരും തവള ഉണ്ടാക്കി. പക്ഷെ പേൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മോശയുടെ വടി അവരുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെ ആദ്യത്തെ 2-3 കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ പരാജയപ്പെട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവശക്തിക്ക് വിരോധമായി, ദൈവപ്രവൃത്തിക്ക് വിരോധമായി എല്ലാ കാലങ്ങളിലും ഈ ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ബാബേൽ, കൽദയർ അല്ലെങ്കിൽ ബാബിലോണ്യ പട്ടണങ്ങൾ, അവര് സകല ദുർഭൂതങ്ങളുടെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരക്രിയകളുടെയും കേന്ദ്രമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത് നൂറ്റാണ്ടുകളായി പാരലായി ഇങ്ങനെ ദൈവരാജ്യത്തിനെതിരെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 മുഴുവനും നിങ്ങൾ പഠിക്കുക. 47:12 ബാബിലോണിനെ കുറിച്ച് അല്ലെങ്കിൽ ബാബേൽ പുത്രിയെ കുറിച്ച് പറയുകയാണ്, നിന്റെ ആഭിചാരങ്ങൾ കൊണ്ട് നീ നിലനിൽക്കുക, പക്ഷെ ഫലിക്കും. അപ്പൊ ഫലിക്കും, പക്ഷെ എന്നും നിന്നെ രക്ഷിക്കാൻ അതിന് കഴിയുകയില്ല. മറ്റുള്ള പ്രവചന പുസ്തകങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കൽദയർ, ആഭിചാരക്കാർ, അവരെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനേറെ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാബിലോൺ വീണുപോയി എന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ്. അവിടെ സകല ദുർഭൂതങ്ങളുടെ തടവറയായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു കേന്ദ്രമായിരുന്ന ബാബിലോൺ വീണുപോയി എന്ന് കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഈ വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളിൽ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചാൽ ഇതെല്ലാം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. ഇന്നും ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നവരുണ്ട്, സാധിക്കുന്നുമുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. കാരണം ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എത്രയോ തെളിവുകളുണ്ട്, എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം, ഇതിനെ എങ്ങനെയാണ് ഒരാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയെ ഇത് ബാധിക്കുമോ? അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാധിക്കുന്നു? ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടുന്നത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം കിട്ടില്ല. ദയവായിട്ട് നിങ്ങൾ ഒരു വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ എടുക്കുക. പ്രാർത്ഥനയോടെ ഈ ഒരു മെസ്സേജ് മുഴുവനും നിങ്ങൾ കേൾക്കുക.
ചിലർ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാൻ പിശാചിന് മഹത്വം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജുകളിലൊക്കെ വളരെ കുറച്ച് മാത്രം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം ഒത്തിരി പേരുടെ മനസ്സിൽ സംശയങ്ങളുണ്ട്. ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പോലും ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പം അവരുടെ ആ ഭയമൊക്കെ ഒന്ന് മാറ്റാനും യഥാർത്ഥമായ പാതയിലേക്ക് വരാനും ചില അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചർച്ചിൽ നടന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഒരു മാതാവും പിതാവും, അവരുടെ മക്കൾ, അവരുടെ മോള് ഈ ചർച്ചിലെ അംഗമാണ്. അവര് ദൈവകൃപ അനുഭവിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ച് ഇങ്ങനെ വഴി നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഇവരുടെ അമ്മ മറ്റൊരു വിഭാഗത്തിലായിരുന്നു. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ഥിരമായ രോഗമാണ്. വർഷങ്ങൾ വീടിന്റെ പുറത്തിറക്കാൻ കഴിയാതെ, എന്തിനേറെ പറയുന്നു, വീട്ടുമുറ്റം പോലും തൂക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരുപാട് സർജറികൾ, കിടപ്പി രോഗിയെ പോലെ പണമെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവരന്ന് ഏതൊക്കെയോ ദൈവദാസന്മാരുടെ അരികിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പൊ അവരൊക്കെ പ്രാർത്ഥിച്ചു, വെള്ളം കുടിച്ചു, വെള്ളമൊക്കെ കൊടുത്തു, ഒന്നും മാറിയില്ല. അപ്പൊ അന്ന് പറഞ്ഞു, കൈവശം, അമ്മാമയ്ക്ക് കൈവശം തന്നിട്ടുണ്ട്, ഇത് മാറണമെങ്കിൽ പ്രാർത്ഥന വേണം, അമ്മാമ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെയാണ് ഈ അമ്മാമ്മ ചർച്ചിലേക്ക് റെഗുലറായിട്ട് വരാനായിട്ട് തുടങ്ങി. ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ചു ദൈവകൃപയിലേക്ക് വന്നു. ജലസ്നാനമൊക്കെ എടുത്ത് ദൈവകൃപയിലേക്ക് വന്നു. തുടർച്ചയായി ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ആ വീട്ടിൽ വെക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായ വിടുതൽ ഈ വിഷയത്തിൽ കൊടുത്തു. ഘട്ടം ഘട്ടമായിട്ട് വീട്ടിന്റെ മുറ്റത്തിറങ്ങി കരിയില് പോലും തൂക്കാൻ പറ്റാത്തയാള് പറമ്പിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ചെയ്യാനായിട്ട് തുടങ്ങി. ക്ഷീണങ്ങളും ആ ബന്ധിക്കപ്പെട്ട അവസ്ഥകളും എല്ലാം മാറി. ഇന്ന് ആരോഗ്യത്തോടെ 2-3 ബസ്സുകൾ കയറി ഇറങ്ങി ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. പേരും സ്ഥലവും ഞാൻ പറയാത്തത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഈ ഒരു കാര്യത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്ന ഒരിടമെന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. പക്ഷെ പല സമയങ്ങളിലും ഈ കൃപയിലേക്ക് വന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ പോലും ഇത് ബാധിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇതിന്റെ മുഴുവൻ ഉത്തരവും കിട്ടണമെങ്കിൽ അതൊരൊറ്റ വാക്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഒരൊറ്റ വാക്യം മതി. ആ വാക്യത്തിലെല്ലാം ഉണ്ട്. ഇതിന്റെ സകല ഉത്തരം ഒരൊറ്റ വാക്യത്തിലുണ്ട്. ആ വാക്യം ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബൈബിൾ എടുക്കുക. നേരത്തെ ഞാൻ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വാക്യങ്ങൾ കാണിക്കുമായിരുന്നു. അപ്പൊ ചിലര് കമന്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് വേണ്ട, അതിൽ നല്ലത് നേരിട്ട്, ഇനിയും വാക്യം കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, എന്നെ കൂടുതൽ സമയം കാണാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണോ, എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇപ്പൊ ഞാൻ എന്തായാലും വാക്യങ്ങൾ ഇടുന്നില്ല. റെഫറൻസ് ചെയ്യാൻ പറഞ്ഞുതരാം, എന്തുമായിക്കൊള്ളട്ടെ. ദൈവം എല്ലാത്തിലും, കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. എന്നെ കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ വാക്യം ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ബിലയാമിന് ചെവി കൊടുക്കുവാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം അനുഗ്രഹമാക്കി തീർത്തു. നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. അപ്പൊ ശരിക്കും മന്ത്രവാദമാകട്ടെ, കൂടോത്രമാകട്ടെ, കൈവശമാകട്ടെ, ആഭിചാരമാകട്ടെ,
എല്ലാറ്റിനെയും ദൈവം നമ്മളെ സ്നേഹിച്ചാൽ അതിനെ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. നമ്മൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സംഖ്യാപുസ്തകത്തിലെ ആ 22 മുതലുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് കടന്നു വരികയാണ്. സത്യത്തിൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നതാണ് അവരുടെ ശക്തിയും ബലവും. ചുറ്റുപാടുമുള്ള ജാതികൾ ഭയപ്പെട്ടു. അന്നും ഇന്നും പ്രാർത്ഥിക്കുന്നവനെയും ദൈവവചനം പറയുന്നവനെയും എല്ലാവർക്കും പേടിയാണ്. പാവം പിടിച്ച ദൈവദാസന്മാരെയും സുവിശേഷകന്മാരെയും ഉപദ്രവിക്കുകയാണ്. കള്ളു കുടിച്ച്, കഞ്ചാവടിച്ച്, ലഹരി അടിച്ച് ഈ ലോകത്തിൽ നടക്കുന്നവനെ ആരും ഉപദ്രവിക്കുന്നില്ല. എൻ്റെ അപ്പൻ കള്ളു കുടിച്ച് മദ്യപിച്ച് ഞങ്ങൾ പട്ടിണി കിടന്ന് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ മിണ്ടാതിരുന്ന ആളുകളെല്ലാം തലപൊക്കി വന്നു. പോകാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഇത് ശരിക്കും ഒരു ആത്മീക വിഷയമാണ്. ഒരുത്തൻ ആത്മഹത്യ ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ഒരുത്തൻ ദൈവസന്നിധിയിലേക്ക് പോയാൽ, ഒരാൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് കേട്ടാൽ സമൂഹം അവിടെ പ്രശ്നം തുടങ്ങും. അപ്പം ശരിക്കും ഇസ്രായേൽ ജനം ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അവരെ ഭയമായിരുന്നു. കാരണം ദൈവത്തിന്റെ സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. 2, അവർ വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിച്ച ദൈവജനമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ സംരക്ഷണം ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒന്ന്, ദൈവികമായ വിശുദ്ധിയും ദൈവികമായ ഉടമ്പടികളിൽ ലംഘിക്കാതെ ദൈവത്തോട് ചേർന്ന് കിടക്കുക, അല്ലെങ്കിൽ ആഴമായ വിശുദ്ധ ജീവിതത്തിലേക്ക് വരിക. എല്ലാ തരത്തിലുള്ള ആചാരങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് കുറച്ചുകൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം ഈ ബിലെയാം വന്നു, ശപിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല, ദൈവം സമ്മതിച്ചില്ല. പക്ഷേ സംഖ്യാപുസ്തകം 25 നമ്മൾ വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന്, ജനം മോവാബിൽ ആ സ്ഥലത്ത് പാർക്കുമ്പോൾ, കശെത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി പരസംഗത്തിൽ ഏർപ്പെട്ടു. 2, അവരുടെ ദുർഭൂതങ്ങളുടെ ബലികൾ കഴിക്കാൻ അവർ പോയി. 2 കാര്യമാണ് സംഭവിച്ചത്. ഈ 2 കാര്യങ്ങൾ സംഭവിക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതാണ് ബിലെയാമിന്റെ ഉപദേശം. ഞാൻ വളരെ വേഗത്തിൽ അതിലേക്ക് പോവുകയാണ്. എന്തായിരുന്നു ആ ബിലെയാമിന്റെ ഉപദേശം? സംഖ്യാപുസ്തകം 31 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ബിലെയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസിലെ സഭയോടുള്ള ദൂതിൽ പറയുകയാണ്, ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. എന്താണ് ആ ഉപദേശം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുർനടപ്പാചരിക്കുവാൻ, മറ്റു വഴികളിലേക്ക് പോകുവാൻ ജനത്തെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാം. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിലെയാമിന്റെ കൗൺസിൽ ഓഫ് ബിലെയാം എന്ന് പറയുന്നത് ഇത്രയുമാണ്. സിമ്പിളായിട്ട് ഞാനങ്ങ് പറയുകയാണ്. ബിലെയാം ഉറപ്പായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവന്മാര് നമ്മൾ എന്തോ ചെയ്താലും ഇവന്മാര് തകരത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവന്മാരെ ദുർനടപ്പിലേക്ക് ആക്കുക. അടുത്തത്, ഇവന്മാരെ ദൈവിക വിശുദ്ധിയിൽ നിന്ന് അകറ്റിക്കളയുക. അങ്ങനെ അകറ്റിക്കളയുമ്പോൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് ഇവരിൽ നിന്ന് മാറും. പിന്നെ നമുക്കവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റും. കണ്ടോ? അപ്പം ശരിക്കും ബിലെയാമിന്റെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കിയെങ്കിലും പിന്നീട് ഇസ്രായേൽ വീണുപോയത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ആഭിചാരം, മന്ത്രം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇതിനെല്ലാം അതിന്റെ ശക്തിയുണ്ട്. പക്ഷെ ദൈവമക്കൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കുകയില്ല. പക്ഷേ ഈ വാക്യം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. കള്ളു കുടിക്കുന്നവനും ലോകപ്രകാരം ജീവിക്കുന്നവനും വിശുദ്ധി ഇല്ലാത്തവനും ഈ 500 രൂപയ്ക്ക് കിട്ടുന്ന ഈ വാക്യത്തിന്റെ ബോർഡ് എടുത്തു വെച്ചിട്ട് വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അടിച്ചു വെച്ചിട്ട് പറയും, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിനക്ക് ഏക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ബാധകളുടെ പെരുമഴയാണ്, അനർത്ഥങ്ങളുടെ പെരുമഴയാണ്. ഞാനൊരു കാര്യം പറയാം, 500 രൂപ കൊടുത്ത് ഒരു ബോർഡ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലിത്. ആ സങ്കീർത്തനം മുഴുവനും പഠിക്കണം. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ?
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയണം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. സിംഹത്തിന് മേലും പെരുമ്പാമ്പിന് മേലും നീ ചവിട്ടും. ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേരും വീഴും. ഇതൊക്കെ ഏക്കാതിരിക്കണമെങ്കിൽ ആ സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യം അത്യുന്നതന്റെ മറവിൽ മറയണം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മളെ മറയ്ക്കണമെങ്കിൽ ആ തൂവലുകൾ മറയുവാനുള്ള ഇടത്ത് നമ്മൾ വന്ന് നിൽക്കണം. ഉദാഹരണത്തിന് ഒരമ്മ കോഴി ശത്രുക്കൾ വരുമ്പോൾ അതിൻ്റെ തൂവലിങ്ങനെ വിടർത്തുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അടുത്തു നിന്ന് ആ തൂവലിന്റെ ഉള്ളിലേക്ക് കയറാം. പക്ഷെ ചില സമയത്ത് ചില കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, എവിടെ ഇരിക്കുമെന്നറിയാമോ? അമ്മക്കോഴിയുടെ മണ്ടേ കയറിയിരിക്കും. അതിനെ കഴുകൻ അല്ലെങ്കിൽ പരുന്ത് വേഗത്തിൽ റാഞ്ചിക്കൊണ്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവിക വിശുദ്ധിക്കകത്ത്, ദൈവിക കൃപയ്ക്കകത്ത് ഒരു ദൈവ പൈതൽ നിന്നാൽ ഈ പറയുന്നതൊന്നും അവനെ ബാധിക്കില്ല. ഇതൊന്നും ആ വ്യക്തിയെ ബാധിക്കത്തില്ല. നമുക്കൊരാളൊരു ഭക്ഷണം തരുമ്പോൾ, അതുകൊണ്ടാണ് സ്തോത്രത്തോടെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഒരു വാക്ക് സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിൻ്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ഇത് അവിടെ നിന്ന് പോകും. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി, ശിംശോനെ ചണനൂലുകൊണ്ടും കയറുകൊണ്ടും ഒക്കെ ബന്ധിച്ചപ്പോഴും ഫെലിസ്തർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചാരമായി പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഏറ്റവും ഒടുവിൽ അവനെ ബന്ധിച്ച് അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? അവന്റെ വേർപാട് നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി, ശക്തി നഷ്ടപ്പെട്ടു പോയി. ആ ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരടിമയെ പോലെ ഇരിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് ജലസ്നാനത്തിലൂടെ ഒരു ദൈവ പൈതലായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും ദൈവകൃപയിലും നിൽക്കുന്ന ദൈവ പൈതൽ, അവൻ വിശുദ്ധ ജീവിതം വേർപാട് കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോയാൽ അവനെ ഇതൊന്നും തൊടാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം ഇതെല്ലാം നന്മയ്ക്കാക്കി തീർക്കും. അപ്പോസ്തല പ്രവർത്തികളിൽ ഈ ഫിലിപ്പിയയിലും മറ്റ് സ്ഥലങ്ങളിലും, ഈ ശമരിയയിലും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലും ഒക്കെ ഉണർവുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് അതൊക്കെ കത്തിച്ചു കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ എവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഒരു ആത്മശക്തി വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഭയങ്കരമാണ്. ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം ദൈവം അഴിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആ വിശുദ്ധ ജീവിതത്തിൽ നിലനിന്നാൽ ഇതൊന്നും നിന്നെ തൊടാൻ ദൈവം അനുവദിക്കില്ല. കാരണം ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വേർപാടാണ്. ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ്. ഞാൻ പറയട്ടെ, ദൈവകൃപയിൽ നിൽക്കുന്നുവെന്ന് പറയുന്നവരുടെ വീട്ടിൽ വഴക്കാണെങ്കിൽ, കലഹമാണെങ്കിൽ, അസമാധാനമാണെങ്കിൽ, ഞാൻ പറയാം, പിശാചിന് കയറി വരാനുള്ള വാതിലുകളാണത്. ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. യേശുവിന്റെ നാമത്തിനൊരു ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തി വ്യാപരിക്കുന്നത് വിശുദ്ധിയുള്ളവൻ എടുക്കുമ്പോഴാണ്. കാരണം അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ദേശാന്തരികളായി നടക്കുന്ന ചില മന്ത്രവാദികളായ യഹൂദന്മാർ ഒരു ദുരാത്മാവുള്ളവനോട് യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞു. ദുരാത്മാവുള്ളവൻ അവരെ വന്ന് തുണിയെല്ലാം വലിച്ചു കീറി നഗ്നരാക്കി വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്കറിയാം, നീ ആരാടാന്നാ ചോദിച്ചേ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ അറിയുന്നതിനേക്കാൾ നന്നായി പിശാചിന് നമ്മളെ അറിയാം. നമ്മൾ ആരാണെന്നും നമ്മുടെ ആത്മീക നിലവാരം എന്താണെന്നും നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണെന്നും നമ്മുടെ നാവ് എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും എവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നും എവിടെ കയറാൻ പറ്റുമെന്നും സകല ദുർഭൂതങ്ങൾക്കും പൈശാചിക ശക്തികൾക്കും നന്നായി അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, പരിശുദ്ധാത്മശക്തി പ്രാപിച്ച്
ജീവിത വിശുദ്ധി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ജീവിത വിശുദ്ധി. ഈ ഭൂതബാധകൾ ഒഴിപ്പിക്കാനും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പോയി ആട്ടി കിട്ടി ചുരുണ്ടുപോയ വിശ്വാസികളെ ഞാൻ കാണിച്ചു തരാം. എനിക്കത് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധ ജീവിതമില്ലാതെ ഈ കളിക്ക് ഇറങ്ങരുത്. ഞാൻ 2016 മുതൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആഴമായ വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് ഈ ബാലന്മാരെ തീക്കകത്തേക്ക് ഇട്ടപ്പോൾ തീക്ക് അവരുടെ ശരീരത്തെ തൊടാൻ പറ്റിയില്ല. തീയുടെ മണം പോലും അവരുടെ ശരീരത്തിൽ വന്നില്ല. എന്താ കാര്യം? രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞങ്ങളെ അശുദ്ധരാക്കില്ലെന്ന് തീരുമാനിച്ചു. വേർപാടായിരുന്നു അവരുടെ ശക്തി. വേർപാടായിരുന്നു അവരുടെ ശക്തി. എല്ലാവരും ജീവിച്ചതുപോലെ ജീവിച്ചവരല്ലവർ. കാരണം കൊട്ടാരത്തിൽ രാജാവിന്റെ മേശമേൽ വരുന്ന ഭക്ഷണം ആദ്യം ആ രാജാവിന്റെ ദൈവത്തിന് ഓഫർ ചെയ്ത് അതിന്റെ ബാക്കി പങ്ക് വരുമ്പോൾ വെട്ടി വിഴുങ്ങാൻ പറ്റുന്നവന്മാരെല്ലാം വെട്ടി വിഴുങ്ങി. നല്ലതല്ലേ? നമുക്ക് എല്ലാം കിട്ടുമ്പോൾ എല്ലാം ദൈവം തരുന്നതാണെന്ന് പറഞ്ഞ് എടുത്ത് അടിക്കരുത്. അത് നോക്കണം, ഇത് എവിടുന്ന് വരുന്നതാണ്. അത് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു. കണ്ടോ? വേർപാട്, വിശുദ്ധി. ജീവിതത്തിൽ വേർപാടുണ്ടാകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിച്ചാൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ധാരാളമായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ പോയത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കണ്ടല്ലോ, മതിലിൽ എഴുതിയതൊക്കെ മായ്പിച്ച കഥകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ പരിജ്ഞാനത്തോടും ബുദ്ധിയോടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ബൈബിൾ എടുത്ത് അങ്ങ് വായിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അന്ത്യകാലത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ഈ ബന്ധനങ്ങളെയും ഈ കെട്ടുകളെയും ഈ ശാപത്തെയും എല്ലാം അഴിക്കാൻ കഴിവുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു വിമോചനമുണ്ട്. നാം ആ വിശുദ്ധിയിലും ദൈവകൃപയിലും ആമേൻ എന്താ പറയുന്നത്, കർത്താവിനോടുള്ള ബന്ധത്തിലും നമ്മൾ നിലനിന്ന് പോയാൽ ആരെന്നാ കൊണ്ട തന്നാലും ഒരു കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, വിട്ടുപോയി, എന്നോട് ക്ഷമിക്കുക. അതുകൂടെ പറയാതെ ഇരിക്കാൻ പറ്റില്ല. ഇതിനെ ഭയപ്പെടരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ പേടിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതുകൂടെ ഒന്ന് രണ്ട് വാക്കുകൾക്കുള്ളിൽ ഞാൻ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. പലരുടെ ഉള്ളിൽ ഭയമാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്ന് ഭയമാണ്. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. പക്ഷേ മറ്റുള്ളിടത്തേക്കൊക്കെ നമ്മൾ നോക്കിയാൽ ഭയപ്പെടുത്തിയിട്ടാണ്, രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭയപ്പെടുത്തിയിട്ടാണ് ആരാധന സ്വീകരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധിയിലും ദൈവകൃപയിലും നിൽക്കുന്ന ഒരാളാണെങ്കിൽ മന്ത്രവാദം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നൊരു സാധനം കൊണ്ടുവന്നിട്ടാൽ അത് എടുക്കുക, സ്തോത്രം പറയുക, യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് എറിഞ്ഞു കളയുക. ആറ്റിലോ തോട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്ക്, അല്ലെ എടുത്ത് ദൂരക്കള. എന്നിട്ട് ആത്മാവിൽ ഇച്ചിരി നേരം ഇരുന്ന് ആരാധീര്. ദൈവത്തോട് പറ, കർത്താവേ ഇതാണ് കാര്യം. സ്തോത്രം. വേർപാടാണ് നമ്മുടെ ശക്തി, വിശുദ്ധിയാണ് നമ്മുടെ ശക്തി. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ച് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. ഈ ദിവസങ്ങളിൽ ഈ തിരുവചന സന്ദേശം അനേകരുടെ ഭാരങ്ങളെ നീക്കട്ടെ. അതിനായിട്ട് സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്ന് 5000 10,000 ഒന്നും കൊടുക്കണ്ട. കൃപയിലങ്ങ് പോവുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവങ്ങളിൽ മുൻപോട്ട് പോവുക. പരിശുദ്ധാത്മ നിറവിൽ മുമ്പോട്ട് പോവുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം സഹായിക്കട്ടെ. ഇതുമായിട്ട് കൂടുതൽ മെസ്സേജുകൾ പെട്ടെന്ന്, കാരണം പഴയ നിയമ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൈ നോക്കുന്നവർ, ആഭിചാരക്കാരന്മാർ, സ്വപ്നക്കാര്, വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നവർ, അവരെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക, കമന്റ് ചെയ്യുക. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.